ആകാശേ, സംഭവിച്ചത് വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുകയാണ്, കുഞ്ഞുനാൾ മുതൽ ഇന്ന് വരെ നീ എനിക്ക് ആരായിരുന്നു എന്ന് മാത്രം നീ ഓർത്താ മതി. എടാ, എല്ലാം മറക്കാനും പൊറുക്കാനും എനിക്ക് പറ്റും. നീ തുറന്നു പറ, ആ മാല എവിടെ? ഇനി ചെവി അറിയാതെ, നിന്റെ പേരിൽ ദോഷം വരാതെ ഞാനതിന് പരിഹാരം ഉണ്ടാക്കാം. എനിക്കത് തിരിച്ചു കിട്ടിയാൽ മാത്രം മതി. അപ്പൊ ആ മാല മോഷ്ടിച്ചത് ഞാൻ തന്നെയൊന്ന് വിശ്വസിക്കുക നീ അല്ലേ? കുഞ്ഞാള് മുതല് ഞാൻ എന്താണെന്ന് നിനക്കറിയായിരുന്നെങ്കിലേ നീ എന്നെ ഒരിക്കലും അവിശ്വസിക്കില്ലായിരുന്നു. നിന്റെ അനിയനും അമ്മയും അമ്മാവനും ചേർന്നിട്ടേ എന്നെ ചതിച്ചതാ. ആകാശേ, ആവശ്യമില്ലാത്ത വർത്താനം വേണ്ട. നിന്റെ ഭാഗം വെള്ള പൂശാൻ ബാക്കിയുള്ളവരുടെ മേൽ വെറുതെ കരിവാരി തേക്കരുത്. നിനക്ക് സൗകര്യം നീ വിശ്വസിച്ചാൽ മതിയടാ. നിതീഷ് പറഞ്ഞിട്ട് ഞാൻ ലോക്കറിൽ നിന്ന് മാല എടുത്തേ. പക്ഷെ അത് എന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. എനിക്കത് അറിയില്ല. എടാ, നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ അവർ തന്നെ വിദഗ്ധമായി എന്റെ അടിച്ചു മാറ്റി. അതാ സംഭവിച്ചേ. അതെ, ഇന്നല്ലെങ്കിൽ നാളെ സത്യം മറന്നേക്ക് പുറത്തു വരും. കള്ളന്മാരും കള്ളികളും ഒക്കെ ഈ കപ്പൽ തന്നെയാണ് നീ തിരിച്ചറിയും. ആകാശേ, മതിയാക്ക്. ഇനി ഒരു അക്ഷരം നീ എന്റെ വീട്ടുകാരെ കുറിച്ച് പറയരുത്. വീട്ടുകാരെ കുറിച്ചെന്നല്ല, എടാ, ഒന്നിനെ കുറിച്ചും ഒരക്ഷരവും ഈ ജന്മത്തെ നിന്നോട് ഞാൻ മിണ്ടില്ല. എടാ, കൂട്ടുകാരനാണെന്നുള്ള പരിഗണന എനിക്ക് വേണ്ട. എന്തൊരു തണുപ്പത്! എന്തിനാണോ AC ഇത്ര കൂട്ടി വെച്ചിരിക്കുന്നത്? മനുഷ്യരാണ് ഇവിടെ തണുത്ത് കുറച്ച് ചാവാൻ പോവാ. അപ്പോഴും കൂളായിട്ട് ഇരിക്കുന്നുണ്ടല്ലേ? ഇത് എത്രാമത്തെ ടാബ്ലറ്റാ? നീ വിട്ടേ, വിട്. എനിക്ക് ഉറക്കം വരാതിരുന്ന പിന്നെ ഞാൻ എന്താ ചെയ്യാ? അതിനിങ്ങനെ ചോറുണ്ടെന്ന പോലെ സ്ലീപ്പിംഗ് പിൽസ് കഴിക്കണോ വേണ്ടത്? ഇങ്ങനെ ഇങ്ങനെ വിട്. ഞാൻ തരാനാ പറഞ്ഞു. തന്നെ ഗിരിയുടെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അതിനുള്ള പരിഹാരം ഇതല്ല. ഉപദേശം വേണ്ട. എന്റെ കാര്യത്തിൽ ഇങ്ങനെ അധികാരത്തോടെ ഇടപെടാനുള്ള സ്വാതന്ത്ര്യമൊന്നും ഞാൻ നിനക്ക് തന്നിട്ടില്ല. അറിയാം, അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ചില കാര്യങ്ങളൊക്കെ കാണുമ്പോഴേ ഒരു മനുഷ്യജീവി എന്നുള്ള നിലയിൽ ഞാൻ പ്രതികരിച്ച് പോകുന്നതാ. അതിനെ ഭാര്യയുടെ അധികാരമായിട്ടൊന്നും എടുക്കണ്ട. എന്തിനും ഏതിനും അമിതമായിട്ടുള്ള ഈ ഗുളി കഴിക്കലേ അത് നിർത്തിയേ പറ്റൂ. ഇങ്ങനെ ഗുളികളെ മാത്രമായിട്ട് ആശ്രയിച്ച് ജീവിച്ചാലേ അതായിരിക്കും ഗിരിയുടെ ആരോഗ്യത്തെ തകർക്കാൻ പോകുന്നത്. ഭക്ഷണവും വ്യായാമവും ഒക്കെ ഇനി ശ്രദ്ധിച്ചേ പറ്റൂ. പണ്ടത്തെ പോലെ രാവിലെ എഴുന്നേറ്റ് നടക്കാൻ പോണം. മനസ്സോടെ എന്ത് ചെയ്യണമെങ്കിലും മനുഷ്യന് മനസമാധാനം വേണം സുമിതേ. നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്നെ കൊണ്ട് ചിട്ടയായി ചെയ്യിപ്പിക്കുന്ന ഒരുത്തനായിരുന്നു ആകാശ്. ഗിരി, പ്ലീസ്, തൽക്കാലത്തേക്കെങ്കിലും ആ ടോപ്പിക് ഒന്ന് വിടുവോ? എനിക്ക് അങ്ങനെ വിട്ടുകളയാൻ പറ്റുന്ന ഒരു കാര്യമല്ല സുമിതേ അത്. ആകാശിന്റെ കാര്യത്തിൽ നീ അടക്കം എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തി. ഞാൻ അവനോട് പറഞ്ഞതും പെരുമാറിയതും ഒക്കെ ഓർത്ത് എന്റെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ട്. പക്ഷെ ആ CCTVയിൽ നമ്മൾ പച്ചയ്ക്ക് കണ്ട കാര്യങ്ങള് എങ്ങനെ വിശ്വസിക്കാതിരിക്കാൻ പറ്റും? മനസ്സസ്വസ്ഥമായിട്ടിരിക്കുമ്പോഴേ ഒരു കാര്യത്തിനും പക്വതയുടെ ഒരു പരിഹാരം നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല. ഒന്ന് ഉറങ്ങി എഴുന്നേക്കുമ്പോഴേക്കും ഗിരിയുടെ മനസ്സൊക്കെ ശാന്തമാവും. എന്നിട്ടേ ഇതിനൊക്കെ നമുക്കൊരു പരിഹാരം കാണാം.
ഗിരി, സൊല്യൂഷൻസ് ഇല്ലാത്ത പ്രോബ്ലംസ് ഇല്ല. ഇപ്പൊ ഇതൊന്നും ആലോചിക്കാതെ ഗിരി ഒന്ന് ഉറങ്ങാൻ നോക്കി. എന്റെ റിക്വസ്റ്റാ, കിടക്ക്. കിടക്ക്. ഗിരി എന്താ പറഞ്ഞെന്ന് എന്നോടും കൂടെ ഒന്ന് പറയക്കൂ. മനസ്സിലെ സങ്കടം ആരോടെങ്കിലും ഒന്ന് പറഞ്ഞ അത്രയും ഭാരം കുറയുന്ന അക്കു തന്നെയല്ലേ എന്നെ ഉപദേശിക്കാറുള്ളത്. അയ്യോ അക്കു, നീ കരയാണോ? ഇങ്ങനെയൊക്കെ സങ്കടപ്പെടാൻ മാത്രം ഇവിടെ എന്താ ഇപ്പൊ ഉണ്ടായത്? ദേ അക്കു, നീ ഇങ്ങനെ സങ്കടപ്പെട്ട എനിക്ക് അതിനേക്കാൾ സങ്കടം വരും. പിന്നെ എന്താ ഉണ്ടാവുന്ന അറിയാലോ? പറ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോടൊന്ന് തുറന്നു പറയക്കൂ. അതിന്റെ ഉത്തരവാദിത്വം വന്നുകൊണ്ടിരിക്കുന്നത് എന്റെ തലയല്ല, അക്കുണ്ടല്ലോ. എന്നുവച്ചാ ഞാൻ മോഷ്ടിച്ചു എന്നാ എല്ലാവരും പറയുന്നത്. അക്കുവാണ് മോഷ്ടിച്ചെന്ന് വേറെ ആര് വേണമെങ്കിലും പറഞ്ഞോട്ടെ, പക്ഷെ ഗിരി അത് പറയില്ല. പറഞ്ഞോ? പറയക്കൂ. ഗിരി നിന്നെ കള്ളനെന്ന് വിളിച്ചോ? ആ CCTV ഫൂട്ടേജ് കാണുമ്പോ ആർക്കും അങ്ങനെയല്ലേ തോന്നുന്നു സ്നേഹ. അവനെ വെറുതെ കുറ്റപ്പെടുത്തണ്ട. CCTV ഫൂട്ടേജ് മാങ്ങ തൊലി. ഗിരിക്ക് എന്താ തല തിരിഞ്ഞു പോയോ? നീ നടന്ന കാര്യങ്ങളൊക്കെ അവനോട് പറഞ്ഞില്ലേക്കോ? പറഞ്ഞു, പക്ഷെ അവനൊന്നും വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല. അപ്പോ എന്റെ അക്കുവാണ് മോഷ്ടിച്ചെന്ന് ഗിരി വിശ്വസിക്കുന്നുണ്ടല്ലേ? ഇരു കൈയും ഒരു കരളുമായിട്ട് ജീവിച്ച് നിന്നെയാണോ അവൻ സംശയിച്ചേ? അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് തന്നെ ബാക്കി കാര്യമുള്ളൂ. നീ ആ ഫോണിങ് എടുത്തേ. ഫോൺ വേണ്ട വേണ്ട, ഒന്നും വേണ്ട, വേണ്ട സ്നേഹ, ഇപ്പൊ വേണ്ട, ഞാൻ പറയുന്നത് കേക്ക് പ്ലീസ്. ഫോണിങ് തരാനാ പറഞ്ഞത്. വേണ്ട. അവനെ വിളിച്ച് രണ്ടെണ്ണം പറയാനുണ്ടാക്കൂ. വേണ്ട, ഇപ്പൊ നീ ഒന്നും പറയണ്ട. പറയാനുള്ളതെല്ലാം ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും അതൊന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ പിന്നെ ആര് പറഞ്ഞാലും മനസ്സിലാവാൻ പോകുന്നില്ല. വെറുതെ ശ്രമിക്കണ്ട. അക്കു, നീ എന്തെല്ലാം അവന് വേണ്ടി ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇതിനേക്കാൾ വലിയ കമ്പനിയിലെ വലിയ ശമ്പളമുള്ള ജോലി പോലും അവന് വേണ്ടിട്ട് നീ വേണ്ടെന്ന് വെച്ച ആളല്ലേ. എന്നിട്ടും ഒരു പ്രശ്നം വന്നപ്പോ സ്വന്തം അനിയനെയാണ് ഗിരിക്ക് വിശ്വാസം അല്ലേ? കൂട്ടുകാരനായ നീ വെറും കറിവേപ്പില. ഇതിനൊക്കെ നിന്നെ തന്നെ കുറ്റം പറഞ്ഞാ മതിയല്ലോ. ആ മാലയുടെ കാര്യം നിതീഷ് വന്ന് പറഞ്ഞപ്പോ നീ എന്തിനാ കേൾക്കാൻ പോയത്? സ്നേഹ പ്ലീസ് വാതിൽ തുറക്ക്. സ്നേഹ, സ്നേഹ വാതിലും തുറക്കോ? സ്നേഹ, ഞാൻ പറയുന്നു ഒന്ന് കേക്ക് പ്ലീസ്. സ്നേഹ പ്ലീസ് വാതിൽ തുറക്കാൻ. സ്നേഹ, എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല. വെറുതെ മനുഷ്യനെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാതെ പോവാൻ നോക്ക്. സ്നേഹ, നിനക്ക് നല്ല ദേഷ്യമുണ്ടെന്ന് എനിക്കറിയാം. എന്റെ അടുത്ത് ദേഷ്യപ്പെടാനുള്ള കാരണവും അറിയാം. അതിൽ ന്യായവും ഉണ്ട്, ഞാൻ സമ്മതിക്കുന്നു. നിങ്ങളുടെ മനസ്സിലേറ്റ മുറിവിന്റെ ആഴം എത്ര വലുതാണെന്ന് എനിക്കറിയാം. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാ സംഭവിച്ചത്. ഗിരിധറിന് വേണ്ടിട്ട് നിങ്ങളുടെ അടുത്ത് മാപ്പ് പറയാൻ വേണ്ടിട്ടാ ഞാൻ വന്നത്. സുമിത എന്താ വിചാരിച്ചത്? ഇവിടെ വന്നൊരു മാപ്പ് പറഞ്ഞ എല്ലാം പഴയ പോലെ ആവുന്നോ? മനസ്സിനേറ്റ മുറിവുകളെ അത്ര പെട്ടെന്നൊന്നും പോവില്ല സുമി. ആ CCTV ക്യാമറ കണ്ട കാര്യങ്ങള് കണ്ണും പൂട്ടി വിശ്വസിക്കാതെ എന്റെ ഭർത്താവ് എങ്ങനെ അവിടെ വന്നു പെട്ടൂന്ന് നിന്റെ ഭർത്താവ് ഒന്ന് അന്വേഷിച്ചോ? ഇല്ലല്ലോ. ആ മാല അവിടെ എടുത്ത് കൈ സൂക്ഷിക്കാൻ എന്റെ അക്കുവിനോട് ആരാ പറഞ്ഞെന്ന് നിന്റെ ഭർത്താവ് ഒന്ന് അന്വേഷിച്ചോ? ഇല്ലല്ലോ. ഇതൊന്നും ചെയ്യാതെ എന്റെ ഭർത്താവിനെ മാല മോഷ്ടാവായി മുദ്ര കുത്തിയിട്ട്
അപമാനിച്ച് സങ്കടപ്പെടുത്തിയിട്ട് ഇപ്പൊ മാപ്പ് ചോദിക്കാൻ വന്നിരിക്കുന്നു. നാണമുണ്ടോ നിനക്ക്? സ്നേഹ പ്ലീസ്, ഞാൻ ഒന്ന് പറയട്ടെ. ഞാൻ പറഞ്ഞു തീർന്നിട്ടില്ല. എന്നിട്ട് മതി വിസ്തരിക്കലും വിശദീകരണവും ഒക്കെ. നിന്റെ ഭർത്താവിന് വേണ്ടി മരിക്കാൻ പോലും തയ്യാറാവുന്ന ആളാണ് എന്റെ അക്കു. എന്നെക്കാളും എന്റെ മക്കളെക്കാളും അക്കു സ്നേഹിച്ചത് ഗിരിയായിരുന്നു. സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് ഞങ്ങള്. അപ്പൊ പോലും വലിയ ശമ്പളമുള്ള ഒരു ജോലി കിട്ടിയിട്ട് അത് ഗിരി ഓർത്ത് വേണ്ടെന്ന് വെച്ച ആളാണ് എന്റെ അക്കു. അങ്ങനെയുള്ള എന്റെ അക്കുവിനെയാണ് സ്വന്തം അനിയനെ രക്ഷിക്കാൻ വേണ്ടി ഗിരി മാലക്കള്ളനാക്കിയത്. നിങ്ങളൊക്കെ വലിയ കോടീശ്വരന്മാരായിരിക്കാം. നിങ്ങൾ പറയുന്ന വാക്കിനാണ് സമൂഹത്തില് വിലയും. ഞങ്ങളെപ്പോലെ പാവങ്ങളുടെ സങ്കടങ്ങൾക്ക് ഒരു വിലയും ഉണ്ടാവില്ല. സ്നേഹ എന്നെ അക്കൂട്ടത്തിൽ പെടുത്തരുതേ. ഞാൻ കോടീശ്വരൊന്നും അല്ല. നിങ്ങളെപ്പോലെ ഒരു സാധാരണ വീട്ടിൽ ജനിച്ചു വളർന്ന ഒരു സാധാരണ പെണ്ണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാവും. ഓ സന്തോഷം. ഞങ്ങളുടെ സങ്കടം മനസ്സിലാക്കാനായി ഒരാളെങ്കിലും ആ കൊട്ടാരത്തിലുണ്ടല്ലോ. ഭാഗ്യം. എന്തിനാ സുമിത ഇങ്ങനെ പ്രഹസനം? നിങ്ങൾ എത്ര പ്രാവശ്യം എന്റെ ഭർത്താവിനെ കള്ളനെന്ന് വിളിച്ചാലും എനിക്കറിയാം എന്റെ അക്കു കള്ളനല്ലാന്ന്. ഞങ്ങളുടെ നിരപരാധിത്വം ഞങ്ങൾക്ക് വേറെ ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല, സ്വന്തം മനസാക്ഷിയല്ലാതെ. പക്ഷെ ആകാശിനെ വിട്ടുപിരിയാൻ ഗിരിയുടെ മനസ്സ് അനുവദിക്കുന്നുമില്ല. ഇന്ന് രാവിലെ കൂടെ ഈ പാർക്കിൽ വന്നിരുന്നു ആകാശിന്റെ പിള്ളേരും കാണാൻ. സത്യം പറഞ്ഞ ഗിരി ഇത്ര പാവാന്ന് എനിക്കറിയില്ലെന്ന് വെച്ചാ. പാവം ഉമിത്തിയില് നീറി ജീവിക്കപ്പോ. എന്റെ മനസ്സ് പറയുന്ന ഒരു കാര്യം, ഗിരി വിശ്വസിക്കുന്നത് മറ്റൊരു കാര്യം. എന്റെ മനസ്സ് പറയുന്ന വഴിക്ക് നീങ്ങിയാലേ അത് ഗിരിക്കെതിരെ നീങ്ങുന്ന പോലെയാവും. എന്റെ മനസാക്ഷിയുടെ വഴിക്ക് നീങ്ങിയാലോ അത് ഗിരിയുടെ വിശ്വാസങ്ങൾക്കെതിരായി പോകും. എനിക്ക് എന്താ ശരി എന്താ തെറ്റെന്നൊന്നും തീരുമാനിക്കാൻ പറ്റുന്നില്ല അച്ഛാ. മോളെ, ഈ ചോദ്യം നിന്റെ മനസാക്ഷിയോട് തന്നെയാണ് ആദ്യം ചോദിക്കേണ്ടത്. അവിടെ നിന്ന് കിട്ടുന്ന ഒരു ഉത്തരമാണ് നിന്നെ നേർവഴിക്ക് നയിക്കേണ്ടത്. പുരാണത്തിലെ സ്യമന്തകരത്നത്തിന്റെ കഥ നീ കേട്ടിട്ടില്ലേ? അത് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ ഭഗവാൻ കൃഷ്ണനെ വരെ ആളുകൾ സംശയിച്ചു. പിന്നെയാണോ പാവം ആകാശം? സ്വന്തം നിരപരാധിത്വം തെളിയിക്കാൻ ഭഗവാൻ കൃഷ്ണൻ നേരിട്ടിറങ്ങി പുറപ്പെട്ടു. ഇവിടെ ആകാശിനു വേണ്ടി ആ ദൗത്യം നീ ഏറ്റെടുക്കുന്നു. അത്രേ ഉള്ളൂ വ്യത്യാസം. പക്ഷേ ഗിരിയുടെ നിലപാടാണ് എന്നെ ആകെ വിഷമത്തിലാക്കുന്നത്. ആകാശ് നിരപരാധിയാണെന്ന് തെളിയിക്കപ്പെട്ടാൽ പിന്നെ ഗിരി അവന്റെ കൂടെയല്ലേ നിൽക്കുള്ളൂ. നീ എന്തിനാ ഇപ്പൊ അവളെ വിളിക്കാൻ പോകുന്നത്? അവളെ നന്നായിട്ടൊന്ന് ഉപദേശിക്കാൻ. ഇതുപോലൊരു പ്രശ്നം വരുമ്പോ ഒന്നിലും കേറി ഇടപെടരുതെന്ന് പറയണം. അല്ലെങ്കിൽ ചന്ദ്രേട്ടൻ അറിയാലോ അവളുടെ സ്വഭാവം. വലിയ വലിയ വീടുകളിൽ നടക്കുന്ന സംഭവങ്ങളാ ഇതൊക്കെ. ഇതിന്റെയൊക്കെ പിന്നിൽ എന്താ ഏതാ എന്നൊന്നും നമുക്കറിഞ്ഞൂടാ. അതുകൊണ്ട് വെറുതെ ചെന്ന് ഏടാകൂടത്തിൽ ചാടരുതെന്ന് അവളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. വേണ്ട, നീ ഇപ്പൊ അവളെ വിളിക്കാൻ പോണ്ട. സുമി പറയുന്നതിലും കാര്യമുണ്ട്. ഗിരിയും ആകാശം തമ്മിലുള്ളത് കുട്ടിക്കാലം മുതലേ ഉള്ള ആത്മബന്ധമാണ്. തെറ്റിദ്ധാരണയുടെ പുറത്ത് ആ ബന്ധത്തിൽ ഇങ്ങനെ ഒരു വിള്ളല് വീഴരുത്. അവൾ അങ്ങനെ പറഞ്ഞോ? ഇതൊക്കെ എപ്പോ നടന്നു? ഞാൻ അവളോട് സംസാരിച്ചിരുന്നു. കാര്യങ്ങളെല്ലാം അവൾ എന്നോട് വിശദമായിട്ട് പറഞ്ഞു. മറ്റുള്ളവരെ സഹായിക്കാൻ പോയിട്ട് ഒടുവിൽ കുഴപ്പത്തിൽ പോയി ചാടാൻ പോണത് അവളായിരിക്കും ചന്ദ്രേട്ട. അങ്ങനെ ഒന്നും സംഭവിക്കില്ല. നീ വെറുതെ ഓരോന്ന് ആലോചിച്ചു കൂട്ടി ടെൻഷൻ അടിക്കണ്ട. ഒന്ന് ചുമ്മാ ഇരിക്കും ചന്ദ്രേട്ട. മോഷണാണ് കേസ്, അതും ലക്ഷങ്ങളുടെ മുതല്. സുമി ഈ കാര്യത്തിൽ ഇടപെട്ട അത് ഒരിക്കലും നന്നാവാൻ പോണില്ല. എന്തായാലും ശരി, ഞാൻ അവളെ വിളിക്കാൻ പോവാ. മര്യാദയ്ക്ക് ഫോൺ അവിടെ വെക്കാനാ പറഞ്ഞത്. സുമി നീ വിചാരിക്കുന്നത് പോലെ ഉള്ള കുട്ടിയൊന്നുമല്ല, കാര്യപ്രാപ്തിയുള്ള പെണ്ണ. ഈ വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അവൾക്കറിയാം. ഒന്നുമില്ലെങ്കിൽ അവൾ അറിവും വിദ്യാഭ്യാസവും ഉള്ള ഒരു അധ്യാപികയല്ലേ. തിരക്കിലല്ലെങ്കിൽ എനിക്ക് ഗിരിയുടെ ഒരു കാര്യം. ആകാശിരിക്കും. വേണ്ട, അങ്ങനെ വിസ്തരിച്ച് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. വന്നത് ഇത്രയേ ഉള്ളൂ. എന്താ ഇത്? എന്റെ രാജിക്കത്ത. പ്ലീസ് ആക്സെപ്റ്റ് ഇറ്റ്. എടാ, ഇങ്ങനെ ഇപ്പൊ എടുത്തിയാട് തീരുമാനം എടുക്കാൻ മാത്രം ഇവിടെ എന്താ ഉണ്ടായത്?
ഈ കാര്യത്തില് ഇനി നമ്മൾ തമ്മിലൊരു സംസാരം വേണ്ട ഗിരി. ഇന്നലെ നടന്ന സംഭവങ്ങൾക്ക് ശേഷം ഞാൻ ഈ കമ്പനിയിൽ തുടരുന്നത് ശരിയല്ല എന്ന് എന്റെ മനസാക്ഷി പറയുന്നുണ്ട്. അതുകൊണ്ടാ ഈ ഉറച്ച തീരുമാനത്തിലേക്ക് ഞാൻ എത്തിയത്. നീ ഇല്ലാതെ ഈ കമ്പനി ഇന്നത്തെ ഈ നിലയിൽ ഒരിക്കലും എത്തില്ലായിരുന്നു ആകാശ്. ഈ കമ്പനിയുടെ നെടുന്തൂണുകളിൽ ഒന്ന് നീ തന്നെയാണ്. നീ പോയാ പിന്നെ എന്നാ ഞാനും കൂടെ അങ്ങ് രാജിവെച്ചേക്കാം. അതായിരിക്കും നല്ലത്. എടാ, നീ എന്നെ കൂടുതൽ വേദനിപ്പിക്കല്ലേ. എടാ, ഞാൻ നിന്നോടുള്ള ദേഷ്യത്തിന്റെയോ പിണക്കത്തിന്റെ പേരിലോ അല്ല ഈ തീരുമാനം എടുത്തേ. ആ മാല പോയ കാര്യത്തിൽ സംഭവിച്ചത് എന്താണെന്ന് CCTV ക്യാമറയിൽ ഞാൻ വ്യക്തമായിട്ട് കണ്ടതാണ്. അതുകൊണ്ട് മാത്രമാ ഞാൻ നിന്നോട് അതേപ്പറ്റി അങ്ങനെയൊക്കെ സംസാരിച്ചത്. നടന്ന കാര്യങ്ങൾ എന്തായാലും അതെന്നോട് തുറന്നു പറയാനുള്ള അടുപ്പവും സ്വാതന്ത്ര്യം നിനക്കുണ്ടല്ലോ ആകാശേ. ഇനി അതൊന്നും പറയാനുള്ള താല്പര്യം നിനക്കില്ലെങ്കിൽ പോട്ടെ, വിട്ടേക്ക്. ആ വിഷയം നമുക്കിനി സംസാരിക്കുകയേ വേണ്ട. പക്ഷേ നീ ഒരിക്കലും ഈ കമ്പനി വിട്ട് പോകരുത്. നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിന്നോട് വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞതാ. അതിൽ കൂടുതലൊന്നും എനിക്ക് പറയാൻ അറിയില്ല. ഞാൻ പറയുന്നൊന്നും വിശ്വസിക്കാൻ നീ തയ്യാറാവുന്നുമില്ല. എടാ, മാല എടുത്തത് ഈ നിൽക്കുന്ന എന്റെ അനിയൻ നിതീഷ് ആണെന്നല്ലേ നീ പറയുന്നത്? ആ കഥ ഞാൻ എങ്ങനെ വിശ്വസിക്കൂടാ? അത് എത്ര വിലയുള്ളതോ ആയിക്കോട്ടെ, അങ്ങനെ ഒരു മാല മോഷ്ടിച്ചിട്ട് ഇവൻ എന്ത് നേടാനാണ്? എടാ ആകാശ്, ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് മുമ്പ് അതെന്താ നീ ആലോചിക്കാത്തത്? എന്നെ പോലെ തന്നെ ഈ കമ്പനിയുടെ ഉടമകളിൽ ഒരാളാണ് അവനും. ഇന്നല്ലെങ്കിൽ നാളെ എന്റെ ഈ കസേരയിൽ ഇരിക്കേണ്ടവനാ അവനും. നിന്റെ അനിയുണ്ടല്ലോ, കമ്പനിയിലും വീട്ടിലും കാണിക്കുന്ന കള്ളത്തരങ്ങൾ മുഴുവനെ കൈയോടെ പിടികൂടിയാലേ നിനക്കത് വിശ്വസിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാതെ. കാരണം നീയുണ്ടല്ലോ സഹോദര വാത്സല്യം കൊണ്ടേ അന്ധനായി പോയൊരേട്ടന്. മതിയാക്ക്. ഇത്രയും കാലം നിങ്ങൾ പറഞ്ഞതെല്ലാം ഞങ്ങൾ ക്ഷമിച്ചു. ഇനിയും ഞങ്ങൾ സഹോദരങ്ങളെ തമ്മിൽ തല്ലിക്കാനാണ് ഭാവമെങ്കിൽ എടാ, നിങ്ങളെ തമ്മിൽ തെറ്റിക്കാനേ ഞാനെന്നല്ല ഈശ്വരൻ വിചാരിച്ചാ പോലും നടക്കില്ല. കാരണം അറിയോ, ഇവനെ നിങ്ങളൊക്കെ അന്ധമായി വിശ്വസിച്ചുകൊണ്ടിരിക്കുക. അതാണല്ലോ നിങ്ങളൊക്കെ ഇത്രയും കാലം മുതലെടുത്തോണ്ടിരിക്കുന്നേ. അതെ, ഒരു സത്യവും കാലം തെളിയിക്കാതെ പോയിട്ടില്ല ഗിരി. അതെ, കുറച്ചു കാലം കൂടി കാത്തിരിക്കേണ്ടി വരും. പറഞ്ഞ പണി ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് താളം ചോട്ടെ, എനിക്ക് നേരമില്ല. അയ്യോ, നിക്ക്. നിനക്ക് പോയിട്ട് എന്താ അത്യാവശ്യം? അതൊന്ന് കടുക് ഓർത്ത് വെച്ചിട്ട് കൂടി പോ. എനിക്കൊരു ഓഡിഷനുള്ള കാര്യം ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു. ഓ, അതോ? അമ്മയ്ക്ക് ഇപ്പൊ അതിന് എന്റെ കാര്യത്തിലൊന്നും താല്പര്യമില്ലല്ലോ. പുതിയ മരുമകളെ ഊട്ടാനും ഉറക്കാനും ഒക്കെ അല്ലേ നേരമുള്ളൂ. അമ്മയ്ക്ക് എന്നെ വേണ്ടെന്ന് വെച്ചിട്ട് എനിക്ക് എന്റെ കാര്യം നോക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. എനിക്കും കര പറ്റണ്ടേ. ഭാര്യ എഴുന്നേറ്റിട്ടില്ലായിരിക്കും അല്ലേ? എന്താ അമ്മേ, നന്ദു രാവിലെ തന്നെ ഇടതിരിഞ്ഞാണല്ലോ. എന്താ വിഷയം? അതൊന്നും നീ കാര്യാക്കണ്ട. അവൾക്ക് ഇന്നൊരു ഓഡിഷൻ ഉണ്ട്. അതിന്റെ ഏതോ ടെൻഷനില്ല. ഓ, അതൊന്നും കിട്ടാൻ പോകുന്നതല്ല. എന്നാൽ അതിന്റെ പുറകെ തന്നെ ഓട്ടം. അവളുടെ ആഗ്രഹമല്ലേ അമ്മേ, എന്തെങ്കിലും നടക്കും. സാനിയ എണ്ണീറ്റോ മോനെ? ഇല്ലമ്മേ, ഇന്നലെ രാത്രി വരെ എന്തൊക്കെയോ ഡിസൈൻ വരപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കിടന്നപ്പോ ഒത്തിരി ലേറ്റായി. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വിളിക്കാതിരുന്നേ. അയ്യോ, വിളിക്കണ്ട. അതൊന്നും സാരില്ല. അവളുടെ സൗകര്യം പോലെ എണീറ്റോട്ടെ. എന്താ എന്തിനിങ്ങനെ ബഹളം വെക്കുന്നേ? ഈ മുറിയില് എന്റെ ഡ്രസ്സിംഗ് ടേബിളില് ഞാൻ വെക്കുന്ന സാധനങ്ങള് എങ്ങനെയാ കാണാതെ പോകുന്നത്? എന്ത് കാണാതെ പോയെന്നാ? നീ കാര്യം പറ, എന്നാലല്ലേ എനിക്ക് മനസ്സിലാവുള്ളൂ. എന്റെ എക്സ്പെൻസീവ് ആയ ബ്രാൻഡഡ് ലിപ്സ്റ്റിക്കിന്റെ പൗച്ച് അതിവിടെ കാണാനില്ല. ഇവിടെ നിന്ന് എങ്ങനെ പോവാനാ സനു? നീ അത് എവിടെയെങ്കിലും മാറ്റി വെച്ചിട്ടുണ്ടാവും. സമാധാനത്തിൽ നോക്കിയാ കിട്ടും. എനിക്ക് മറവി രോഗമൊന്നുമില്ല. ഞാൻ ആ സാധനം വെച്ച സ്ഥലത്ത് തന്നെയാ നോക്കിയേ. ദാ ഇവിടെ. ഇവിടുന്ന് അത് എവിടെ പോയി? ഇവിടെന്താ കുട്ടിച്ചാത്ത സേവയുണ്ടോ? സനു, നമ്മൾ രണ്ടുപേരും മാത്രമേ മുറി താമസിക്കുന്നേ. ഞാൻ എന്തായാലും നിന്റെ ലിപ്സ്റ്റിക് എടുത്തിട്ടില്ല. എനിക്ക് അതുകൊണ്ട് ഒരു ആവശ്യവുമില്ല. വിഷയം മാറ്റാതെ ശ്രീ. അത് നീ എടുത്തുന്നല്ല ഞാൻ പറഞ്ഞേ. അത് എവിടെയാ പോയത്? കയ്യും കാലും മുളച്ച് ഇവിടുന്ന് ഇറങ്ങിപ്പോയോ? പറ. മോളെ ചായ. എന്ത് പറ്റിടാ? അമ്മേ, ഞാനില്ലാത്തപ്പോ ആരെങ്കിലും മുറി വന്നായിരുന്നോ? അതിന് നീ ഇല്ലാത്തൊരു സമയം ഉണ്ടായിരുന്നില്ലല്ലോ മോളെ. അയ്യോ, ഞാനുണ്ടോ ഇല്ലയോ എന്നതല്ല വിഷയം. ഞാനും ശ്രീയോ അല്ലാതെ വേറെ ആരെങ്കിലും ഈ മുറിയിൽ കയറിയോന്നാ ഞാൻ ചോദിച്ചേ.
അത് പിന്നെ സേഫ്റ്റി പിൻ അന്വേഷിച്ച് നന്ദു വന്നിരുന്നു. ഇന്ന് അവൾക്കൊരു ഓഡിഷൻ ഉണ്ടായിരുന്നു. പോകാൻ നേരം ഒരു സേഫ്റ്റി പിൻ തപ്പി അവൾ ഇങ്ങോട്ട് വന്നതാ. ആ എങ്കിൽ പിന്നെ ഒരു സംശയം വേണ്ട, എന്റെ ലിപ്സ്റ്റിക് പൗച്ച് അവള് കൊണ്ടുപോയത് തന്നെയാ. അങ്ങനെയാണെങ്കിൽ തന്നെ എന്താ സനം? ചേച്ചിയുടെ ലിപ്സ്റ്റിക് അനിയത്തി എടുത്താ അതിലെന്താ തെറ്റ്? പിന്നെ എന്റെ സ്വന്തം കസിനെ പോലും ഞാനത് തൊടിച്ചിട്ടില്ല. പിന്നെയല്ലേ ശ്രീയുടെ സിസ്റ്റർ. എന്റെ സാധനങ്ങൾ എന്റെ മാത്രമാണ്. ഐ ഡോണ്ട് ലൈക്ക് ടു ഷെയർ ഇറ്റ് വിത്ത് എനിവൺ. കാര്യമില്ല. എന്റെ സുഹൃത്ത്, എന്റെ കമ്പനി, എന്റെ ജീവിതം, എന്റെ വീട്, എന്റെ റൂം. ഒന്നുമില്ലെങ്കിൽ നമ്മൾ തമ്മിൽ കല്യാണം കഴിച്ചല്ലേ ഗിരി? നിനക്ക് എങ്ങനെ ഇത്ര സെൽഫിഷ് ആവാൻ കഴിയുന്നേ? നമ്മൾ തമ്മിൽ കല്യാണം കഴിച്ചതേ ഏത് സാഹചര്യത്തിലാണെന്ന് സുമിതയ്ക്ക് നന്നായി അറിയാലോ. ഭാര്യയാണെന്നുള്ള അധികാരം കാണിക്കാനും ഇങ്ങനെ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ മെക്കിട്ട് കയറാനും എല്ലാ കാര്യത്തിലും ഇങ്ങനെ അനാവശ്യമായി ഇടപെടാനും തുടങ്ങിയാലേ അതെനിക്ക് വലിയ ബുദ്ധിമുട്ടാകുന്നേ. ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ള. ആയിക്കോട്ടെ, ഞാൻ ഇനി ഒന്നിനും വരുന്നില്ല. നിങ്ങളുടെ ഒരു കാര്യത്തിനും ഞാൻ ഇടപെടുന്നുമില്ല. ഓ, ഈ റൂമിലെ താമസം വരെ ഞാൻ അങ്ങ് മാറ്റാൻ പോവാ. തീർന്നില്ലേ പ്രശ്നം? അല്ല, അതെങ്ങനെ ശരിയാവും? എന്താ അതിലൊരു ശരികേട്? അല്ല, അത് ഞാൻ പറയുന്ന ഒരു കാര്യത്തിനും വില കൽപ്പിക്കാതിരിക്കുകയും എന്തു പറഞ്ഞാലും ആവശ്യമില്ലാതെ പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്ന ഒരാളുടെ കൂടെ ഞാൻ എന്തിനാ ഈ റൂം താമസിക്കുന്നേ? നമ്മൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഈ മുറിക്കുള്ളിൽ തന്നെ നിൽക്കണം. ഓ, എന്നെനിക്ക് ഒരു നിർബന്ധവും ഇല്ല. എന്നാലേ എനിക്കുണ്ട്. സുമിത ഈ മുറിയിൽ നിന്ന് താമസം മാറ്റിയാൽ അത് വേറെ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കും. എന്തു കുഴപ്പം? അപ്പൊ വീട്ടുകാരെയൊക്കെ പേടിയുണ്ടല്ലേ? അങ്ങനെയാണെങ്കിലേ ഞാൻ ഈ റൂമിൽ നിന്ന് ഉറപ്പായിട്ടും പോകും. ഗിരിയുടെ ഈ സ്വഭാവം എല്ലാരും അറിയട്ടെ. എന്ത് പറഞ്ഞിട്ടാ നീ പോകുന്നേ? നിങ്ങളുടെ കൂർക്കം വലി കാരണേ എനിക്ക് ഇവിടെ കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല പറയും. എന്റെ കൂർക്കമ്മലി കാരണോ? ഞാനതിന് കൂർക്കം വലിക്കാറില്ലെന്ന് അവർക്കൊക്കെ അറിയാം. ഈശ്വര, ഈ വർഷം കേട്ട ഏറ്റവും വലിയ തമാശയത്. ഇയാളെന്നെ മനഃപൂർവ്വം അപമാനിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണോ? ഞാൻ കൂർക്കം വലിക്കുന്നതായിട്ടേ ഈ വീട്ടിൽ ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. അത് നല്ല കഥയാണല്ലോ. ഈ വീട്ടിൽ ആരെങ്കിലും ഈ റൂമില് ഗിരിയുടെ കൂടെ ഒരു ദിവസമെങ്കിലും കിടന്നുറങ്ങിയിട്ടുണ്ടോ? ഉണ്ടോ? അവരോടെ ഒരു ദിവസം ഇവിടെ വന്ന് കിടന്നുറങ്ങി നോക്കാൻ പറ. സൂയിൽ കയറിയ അവസ്ഥ ഇവിടെ. വെറുതെ എന്നെ തോൽപ്പിക്കാൻ വേണ്ടി ഇല്ലാ കഥ പറയരുത് കേട്ടോ. ഞാൻ നിങ്ങളുടെ കൂർക്കം വലിയ ഒരു ദിവസം തെളിവ് സഹിതം കേൾപ്പിച്ചു തരാം. അപ്പൊ വിശ്വസിച്ചാൽ മതി. അത് അവിടെ കിടന്ന് നശിച്ചു പോകും. എന്ന് ഏതെങ്കിലും പാവങ്ങൾക്ക് കൊടുത്തൂടെ? അങ്ങനെ പറയാനുള്ളൊരു മനസ്സെങ്കിലും മോൾക്കുണ്ടായല്ലോ, അത് തന്നെ വലിയ ഭാഗ്യം. ഇവിടെ എന്തിനാ ദാമോദരട്ട ക്യാമറയൊക്കെ? ഈ വീട്ടിൽ ക്യാമറ ഇല്ലാത്ത എവിടെയാ മോളെ? അതെന്താ അങ്ങനെ? ആ ഒരു ക്യാമറ മാത്രം വർക്ക് ചെയ്യാത്തെന്താ? അന്ന് ഓഫായി കണ്ട ആ മോണിറ്റർ ഈ ക്യാമറയുടേതായിരിക്കോ? ഇവിടെ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. ഒന്നും ആ പാവം ഗിരി അറിയുന്നുമില്ല, അതുറപ്പാ. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. താങ്ക് യു ദാമോദരേട്ടാ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.
കുഞ്ഞിനൊരു കാര്യം അറിയോ? ഈ വീട്ടിലെ പല മുറികളിലും പലർക്കും പ്രവേശനമില്ല. ഈ വീട്ടിൽ ക്യാമറ ഇല്ലാതെ എവിടെയാ മോളെ? എന്തായാലും ഇതെല്ലാം ഗിരിയോട് പറയണം. പക്ഷെ എല്ലാം എന്റെ വെറും ഊഹങ്ങൾ മാത്രമാണ്. ഇതൊക്കെ ശരിയാണോ തെറ്റാണോ എന്നൊന്നും അറിയാതെ ഈ വീട്ടില് ഞാൻ വല്ലാതെ ഒറ്റപ്പെട്ടു പോവാച്ച. ഇതെന്റെ വീടല്ലാത്ത പോലെ. ഞാൻ ആരുടെയോ വീട്ടില് അഭയാർത്ഥിയായി ചെന്ന് കൂടിയ പോലെ. എന്റെ അമ്മയെക്കാളേറെ എനിക്ക് വേണ്ടി ജീവിച്ചത് സത്യത്തിൽ സുമിതേച്ചിയായിരുന്നു. അത് ഇപ്പൊ ഞാൻ വല്ലാതെ തിരിച്ചറിയുന്നുണ്ട്. ഇന്ന് തന്നെ എടുത്തിട്ട് ലിപ്സ്റ്റിക് കാണാത്തതിന്റെ പേരിൽ കള്ളിയാക്കിയപ്പോ പോലും എന്റെ ഭാഗം പറയാൻ അച്ഛനല്ലാതെ ഒരാള് പോലും ഇവിടെ ഉണ്ടായിരുന്നില്ല. സത്യമായിട്ടും ആ ലിപ്സ്റ്റിക്കിന്റെ പൗച്ച് ഞാൻ എടുത്തിട്ടില്ല അച്ഛാ. സങ്കടപ്പെടാതെ. എന്റെ മോൾ അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് അച്ഛൻ അറിയില്ലേ? വേറെ ആര് നിന്നെ അവിശ്വസിച്ചാലും അച്ഛന് നിന്നെ വിശ്വാസമാണ്. സുമി ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. എത്ര വലിയ പ്രശ്നത്തെയും വളരെ നയപരമായി സമീപിക്കാൻ അവൾക്ക് അറിയാമായിരുന്നു. അമ്മയ്ക്ക് വന്ന മാറ്റുക എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നത്. ദാമോദരേട്ടാ, ഇത് പുറത്തുനിന്നൊന്നും അല്ല കേട്ടോ. ഇതെന്റെ ഫോണിൽ നിന്ന് കേൾക്കുന്ന ശബ്ദമാ. ഒരാളുടെ കൂർക്കം വലി. ഫോണിലോ? ഫോണിലാരാ കൂർക്കം വലിക്കുന്നത്? വേറെ ആരും അല്ല, നിങ്ങള് തന്നെ. പിന്നെ അതിനിത്തിരി പൊളിക്കും. പുളിക്കോ മധുരിക്കോ എന്നൊക്കെ നമുക്ക് നോക്കാം. ഇന്നലെ ഞാൻ ഇക്കാര്യം പറഞ്ഞപ്പോ നിങ്ങളെന്താ പറഞ്ഞ? ജീവിതത്തിൽ ഇന്നേ വരെ കൂർക്കം വലിച്ചിട്ടില്ല. തെളിവുകൾ ഹാജരാക്കാൻ പറഞ്ഞില്ലേ? ഇതാ അത്. നിങ്ങൾ കൂർക്കം വലിക്കുന്നതിന്റെ സോളിഡ് എവിഡൻസ്. അതെ, ജോലിയുടെ സ്ട്രെസ് ഒക്കെ ആയിട്ട് ഉറങ്ങി പോകുമ്പോ എപ്പോഴെങ്കിലുമൊക്കെ മനുഷ്യൻ അറിയാതെ കൂർക്കം വലിച്ചെന്നൊക്കെ വരും എന്ന് സുമി തന്നെയല്ലേ ഇന്നലെ പറഞ്ഞത്? എപ്പോഴെങ്കിലും കട്ടില് കണ്ട അപ്പ തുടങ്ങും ഗിരിയുടെ കൂർക്കം വലി. കല്യാണം കഴിഞ്ഞ് ഗൃഹപ്രവേശനത്തിന് മുഹൂർത്തമില്ലാത്തതിന്റെ പേരിൽ നമ്മളാ ഹണിമൂൺ സ്യൂട്ടിൽ പോയി താമസിച്ചില്ലേ ആ ഹോട്ടലില്? അന്ന് മുതൽ ഇന്ന് വരെ ഈ കൂർക്കം വലി കാരണം ഞാൻ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല സമാധാനമായിട്ട്. ശരി ശരി, സമ്മതിച്ചു. അതൊക്കെ പോട്ടെ, നീ ആ ഫോണിൽ വന്നേ. എന്തിന്? ആ വീഡിയോ ഡിലീറ്റ് ചെയ്യട്ടെ. അയ്യടാ മനമേ, ആ പൂതി മനസ്സ് വെച്ചാ മതി. സുമി കളിക്കല്ലേ. ഞാൻ ഈ വീഡിയോന്റെ സ്റ്റാറ്റസ് ആയിട്ട് ഇടാൻ പോവാ. നേരത്തെ പറഞ്ഞ പോലെ കുളിക്കോ മധുരയ്ക്കോ എന്നൊക്കെ അറിയണ്ടേ? ഇത് തമാശയല്ലോ കേട്ടോ. ചുമ്മാ വേണ്ടാത്ത പരിപാടി കാണിക്കല്ലേ. നീ ആ ഫോണിൽ തരുന്നുണ്ടോ? ഇല്ല, തരൂല.